ഇത് പ്രധാനപ്പെട്ട 3 തരത്തിലാണ് ഇത് നമ്മൾ മൂവിങ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് SM എന്ന് പറയും, സിമ്പിൾ മൂവിങ് ആവറേജ്. പിന്നെ ഒന്ന് EMA എന്ന് പറയും, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. പിന്നെ ഒന്ന് WMA എന്ന് പറയും, അതിന് വെയ്റ്റഡ് മൂവിങ് ആവറേജ് എന്ന് പറയും. ഇത് മൂന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ ഉപയോഗം നമുക്ക് പല തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇതിന് നമ്മൾ ശരിയായ രീതിയിൽ ഇതിൻ്റെ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഷോർട്ട് ടേം ട്രേഡേഴ്സിനും മീഡിയം ടേം ട്രേഡേഴ്സിനും ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ഇത് ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും ചെറിയ ഫ്ലക്ച്വേഷൻസ് മുതൽ ഒരു മേജർ ട്രെൻഡിൻ്റെ ഡയറക്ഷൻ വരെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്ന് എൻട്രി കിട്ടും, എക്സിറ്റ് പോയിന്റ് കിട്ടും, ഒരു സ്വിംഗ് ട്രേഡ് കിട്ടും, വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ളത്. അതുപോലെ വേൾഡിലെ എല്ലാ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ബാങ്കേഴ്സും അവരും ഇത് തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്.